ഇവിടെ ഒരു പെൺകുട്ടി ഒരു ഷോപ്പിലേക്ക് ചെന്ന് രാത്രി ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നോക്കുന്നു. എന്നാൽ അവളുടെ കുട്ടിയോട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ നന്നാകുമോ എന്ന് ചോദിച്ച് അതിന്റെ സൈസ് ശരിയാകാത്തത് കാരണം സ്റ്റാഫിനെ വിളിച്ച് അവൾ അതിന്റെ എക്സൽ സൈസ് കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ അവൾ ഇപ്പോൾ അവിടെയുള്ള മറ്റൊരു മനോഹരമായ ഡ്രസ്സ് കാണുന്നു. അത് ഇഷ്ടപ്പെട്ടെങ്കിലും എന്റെ തടിക്ക് അതെനിക്ക് ഒട്ടും ചേരില്ല എന്ന് കരുതി അവൾ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ട് വീട്ടിലെ വേലക്കാരി അവളോട് ഇതേ രീതിയിലല്ലേ നിങ്ങൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്, അത് വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം എല്ലാം മാറിപ്പോയി, ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും എനിക്കിനി ചേരില്ല എന്ന് അവൾ പറയുന്നു. അവൾ അതിന്റെ വലിയ സൈസ് വാങ്ങിച്ച് അത് ട്രൈ ചെയ്ത് നോക്കി പുറത്തേക്ക് വന്നപ്പോൾ മറ്റൊരു പെൺകുട്ടി അവൾ നോക്കി നിന്ന് അതേ ഡ്രസ്സ് ട്രൈ ചെയ്യുന്നത് അവൾ കാണുന്നു. അവളോട് ഈ ഡ്രസ്സ് നിങ്ങൾ വാങ്ങാൻ പോവുകയാണോ എന്ന് ആ പെൺകുട്ടി ചോദിച്ചപ്പോൾ അതെന്താ എനിക്ക് ഡ്രസ്സ് ചേരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അല്ല അങ്ങനെയല്ല, ഇത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചേരുന്നുണ്ടോ എന്ന് അവൾ വീണ്ടും ചോദിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എനിക്കൊരു കുട്ടി ജനിച്ചത്, അതിനുശേഷം എക്സൽ മാത്രമേ ഞാൻ ധരിക്കാറുള്ളൂ എന്ന് അവൾ പറയുന്നു. എന്നാൽ അതിനു വേണ്ടിയെല്ലാം എന്റെ ഇഷ്ടങ്ങൾ എങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കും? ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കും അറിയാം, എന്നാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് അവൾ ചോദിക്കുന്നു. ഇത് കേട്ടതും അവൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ വാങ്ങിച്ച് അവൾ കോൺഫിഡന്റ് ആയി അന്ന് രാത്രി നടക്കുന്ന ആ പാർട്ടിയിലേക്ക് ചെല്ലുന്നു.